നമസ്കാരം. പുതിയ ടാറ്റ ഹാരിയർ ഇവിയുടെ ലോകത്തേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഓൾ വീൽ ഡ്രൈവ്, അതായത് AWD പതിപ്പിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതെ. ഈ വാഹനത്തെപ്പറ്റി കുറച്ച് വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ചില അനാലിസിസ് റിപ്പോർട്ടുകളും. അപ്പോ ഈ ഹാരിയർ ഇവി AWDയുടെ പ്രധാന കാര്യങ്ങൾ, പിന്നെ ടാറ്റയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, മാർക്കറ്റിൽ ഇതിന്റെ സ്ഥാനം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇതിന് എന്ത് സാധ്യതയുണ്ട്, ഇതൊക്കെ നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. ശരി. കാരണം ഇന്ത്യയിൽ പൊതുവെ നോക്കുവാണെങ്കിൽ AWD വണ്ടികൾക്ക് അത്ര വലിയ ഡിമാൻഡ് ഇല്ലല്ലോ. ഇല്ല, താരതമ്യേന കുറവാണ്. അങ്ങനെയുള്ളപ്പോൾ ടാറ്റ എന്തിനാണ് ഹാരിയർ ഇവിക്ക് ഒരു AWD കൊടുക്കുന്നത്? പിന്നെ ഈ 600 കിലോമീറ്റർ റേഞ്ച്, ലൈഫ് ടൈം വാറണ്ടി എന്നൊക്കെ പറയുന്ന ചില ഉറപ്പില്ലാത്ത വാർത്തകളും കേൾക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് ശരിക്കും നോക്കാം. ഓക്കേ. പ്രകടനത്തിന്റെ കാര്യം പറഞ്ഞാൽ ഈ AWD പതിപ്പ് അതൊരു വലിയ സ്റ്റെപ്പാണ്. ഡ്യുവൽ മോട്ടോർ സിസ്റ്റമാണ് വരുന്നത്. ഡ്യുവൽ മോട്ടോർ. അതെ. ഏകദേശം ഒരു 400 PS, അതായത് 395 ഹോഴ്സ് പവർ വരെ പവർ കിട്ടുമെന്നാണ് പറയുന്നത്. ഓഹോ. സാധാരണ ഹാരിയർ ഇവിക്ക് വരുന്നത് 238 PS ആണ് കണക്കാക്കുന്നത്. അപ്പോ നല്ല വ്യത്യാസമുണ്ട് പവറില്. 400 PS, അത് ശ്രദ്ധേയമാണ് കേട്ടോ. പക്ഷേ നമ്മുടെ സാധാരണ റോഡില് ഈ അധിക പവർ എന്ത് ചെയ്യുമെന്നത് കണ്ടറിയണം. ശരിയാണ്. എന്നാലും പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ആകർഷണമാവും. പുറമേയുള്ള മാറ്റങ്ങളും ഉണ്ടല്ലോ. ഈ പുതിയ ലവ് ഗ്രില്ലെന്ന് പറയുന്നു, മുൻവശത്ത് മാറ്റങ്ങളുണ്ട്, ഡിസൈനിലെ മാറ്റമുണ്ട്. പിന്നെ അകത്ത് ഒരു 14.5 ഇഞ്ചിന്റെ വലിയ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ. അതെ, വലിയ സ്ക്രീനാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ വണ്ടിക്കൊരു ഒരു മോഡേൺ ലുക്ക് കിട്ടുന്നുണ്ടല്ലേ? തീർച്ചയായും. പക്ഷേ ഈ ഫീച്ചറുകൾക്കപ്പുറം ടാറ്റയുടെ ലക്ഷ്യം വേറൊന്നാണ്: കരുത്ത്, പ്രകടനം, പിന്നെ സാഹസികത. ഇതിലൊരു പുതിയ തലം കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. സാഹസികത. അതെ. ഇപ്പോൾ ഈ കോവിഡിനൊക്കെ ശേഷം ആളുകൾക്ക് യാത്രകളോടും പുതിയ അനുഭവങ്ങളോടുമൊക്കെ ഒരു പ്രത്യേക താല്പര്യം വന്നിട്ടുണ്ടല്ലോ. ശരിയാണ്. ഈ യോലോ ഫോമോ എന്നൊക്കെ പറയുന്ന. അതെ. യു ഓൺലി ലിവ് വൺസ്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ആ ഒരു ചിന്താഗതി. അതിനെ ടാറ്റ ശരിക്കും മുതലെടുക്കാൻ നോക്കുന്നുണ്ട്. എങ്ങനെ? ഈ ഹാരിയർ ഇവി AWDയെ ഒരു ഫ്രീഡം, ഒരു എക്സ്പ്ലോറേഷൻ, അതിൻ്റെയൊക്കെ ഒരു സിമ്പിളാക്കാനാണ് ശ്രമം. ഇതൊരു വണ്ടി മേടിക്കുക എന്നതിലുപരി ഒരു എക്സ്പീരിയൻസ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ AWD സിസ്റ്റം ആ ഒരു എക്സ്പീരിയൻസിന് അത്യാവശ്യമാണെന്നാണോ ടാറ്റയുടെ കണക്കുകൂട്ടൽ? ഒരു പരിധിവരെ അതെ. കാരണം ഇത് എത്ര പേര് ശരിക്കും ഉപയോഗിക്കും, അതോ ഇതൊരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് മാത്രമാണോ എന്നൊരു ചോദ്യം വരുമല്ലോ സ്വാഭാവികമായിട്ടും. വരും. AWD, അതായത് 4 വീലിലേക്കും പവർ പോകുന്നത്, അത് മോശം റോഡിലും കാലാവസ്ഥയിലും കൂടുതൽ ഗ്രിപ്പും കൺട്രോളും തരും എന്നുള്ളത് അത് ശരിയാണ്. അതെ. പക്ഷേ ഇവിടെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പല കസ്റ്റമേഴ്സും AWDയെ കാണുന്നത് ഒരു സേഫ്റ്റി നെറ്റ് പോലെയാണ്. മനസ്സിലായി. എപ്പോഴും ആവശ്യമില്ലെങ്കിലും. അതെ. ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം വന്നാൽ വണ്ടിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊരു ചിന്ത, അതൊരു കോൺഫിഡൻസ് കൊടുക്കും ഡ്രൈവർക്ക്. ശരിയാണ്. പിന്നെ ടാറ്റയുടെ തന്നെ പഴയ സഫാരി 4x4ന്റെ ഒരു ലെഗസി ഉണ്ടല്ലോ, അതും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടാവാം. ശരിയാണ്. പക്ഷെ അന്നത്തെ ഡീസൽ 4x4 വാങ്ങിയ ആൾക്കാരും ഇന്നത്തെ ഒരു EV AWD വാങ്ങാൻ സാധ്യതയുള്ളവരും തമ്മിൽ വ്യത്യാസമുണ്ടാവും അല്ലേ? തീർച്ചയായും. ഇത് ഹാരിയർ എന്ന ലൈനപ്പിന് ഒരു കംപ്ലീറ്റ്നെസ് കൊടുക്കാനും പിന്നെ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ എന്ന ഐഡിയ ഉറപ്പിക്കാനും ഈ AWD വേർഷൻ സഹായിക്കും. ഈ ലൈഫ് സ്റ്റൈൽ അപ്രോച്ചും AWD പോലുള്ള ഫീച്ചറുകളും ഇതൊക്കെ വണ്ടിയുടെ ഒരു അട്രാക്ഷൻ കൂട്ടും, സമ്മതിച്ചു. പക്ഷേ കസ്റ്റമറുടെ പോക്കറ്റിനെ ഇതെങ്ങനെ ബാധിക്കും? വിലയുടെ കാര്യം വരുമ്പോൾ ടാറ്റയുടെ സ്ട്രാറ്റജി എന്തായിരിക്കും? വില അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ടാറ്റയ്ക്ക് നന്നായിട്ടറിയാം. ഒരുപക്ഷേ അവരിതിനെ പൊസിഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നാൽ, ട്രാക്കിൽ ഓടിക്കാൻ പറ്റും, ഓഫ് റോഡ് പോകാം, ഡെയിലി യൂസിനും കൊള്ളാം, അങ്ങനെ പല വണ്ടികളുടെ ആവശ്യം തീർക്കുന്ന ഒരു മൾട്ടി പർപ്പസ് വണ്ടിയായിട്ടായിരിക്കും. ഓക്കേ. അപ്പൊ അതിനൊരു പ്രീമിയം കൊടുക്കാൻ ആളുകൾ തയ്യാറാവും എന്നാണോ? അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. ഏകദേശം ഒരു 21.49 ലക്ഷം മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഒരു മെയിൻ കോമ്പറ്റീറ്ററായിട്ട് വരാൻ പോകുന്ന മഹീന്ദ്ര XUV E9 അതിനേക്കാളും കുറവായിരിക്കാനാണ് സാധ്യത. അത് മാർക്കറ്റിൽ ഒരു മുൻതൂക്കം കൊടുക്കും. അത് ശരിയാണ്. പിന്നെ ഇത് ടാറ്റയുടെ TDAL എന്ന പുതിയ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അത് EVകൾക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ബാറ്ററി വയ്ക്കാനും ക്യാബിൻ സ്പേസിനുമൊക്കെ അത് ഗുണം ചെയ്യും. കേരള മാർക്കറ്റിന് പ്രത്യേക സാധ്യതയുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ്? കേരളത്തിലെ കസ്റ്റമേഴ്സ് അവർ പൊതുവെ പുതിയ ടെക്നോളജികളൊക്കെ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യുന്നവരാണ്. ശരിയാണ്. EVകളോടൊരു പ്രത്യേക താല്പര്യം ഇവിടെ കൂടുതലുണ്ട്. അതോടൊപ്പം നമ്മുടെ ഇവിടുത്തെ റോഡുകളും കാലാവസ്ഥയുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ AWD വണ്ടികളോടൊരു താല്പര്യം പണ്ടേ ഉണ്ട്. മലയോര മേഖലകളിലൊക്കെ. അതെ. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഹാരിയർ EV AWDക്ക് കേരളത്തിൽ നല്ലൊരു സ്വീകാര്യത കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന കാര്യം, അതെന്താണ് സംഭവം? അതെ,
ഓഫ് റോഡിങ്ങും അഡ്വഞ്ചർ ട്രിപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ ടാറ്റയ്ക്ക് പ്ലാൻ ഉണ്ട്. ഓക്കെ, അവർക്ക് നിലവിൽ SOU എന്നൊരു 4-വീൽ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, സഫാരി ഓണേഴ്സിന്റെ. SOU. അതിനെ ഈ EV വേൾഡുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ഇവോൾവ് സോളോ SOU എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാനാണ് സാധ്യത. ഒറ്റയ്ക്കുള്ള യാത്രകൾ, എക്സ്പ്ലോറേഷൻ, അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ. ഇൻട്രസ്റ്റിംഗ്. അതോടൊപ്പം ഈ AWD സിസ്റ്റമൊക്കെ എങ്ങനെ ശരിയായി ഉപയോഗിക്കണമെന്ന് ഓണേഴ്സിന് ഒരു ട്രെയിനിങ് കൊടുക്കാനും അവർ ആലോചിക്കുന്നുണ്ട്. കൊള്ളാം. അപ്പോ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നല്ല പെർഫോമൻസ്, സാഹസികതയ്ക്കുള്ള കഴിവ്, ഡെയിലി യൂസ്, ഇതെല്ലാം ഒരുമിപ്പിച്ച് കേരളം പോലുള്ള മാർക്കറ്റുകളെ ഫോക്കസ് ചെയ്ത് ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസും ടെക്നോളജിയും പിന്നെ ഈ കമ്മ്യൂണിറ്റി എന്നൊരു സോഷ്യൽ എലമെന്റും എല്ലാം ചേർന്നൊരു ഫുൾ പാക്കേജാണ് ഹാരിയർ EV AWDയിലൂടെ ടാറ്റ ഓഫർ ചെയ്യുന്നത്, അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഇതൊരു വെറും വാഹനമെന്നതിലുപരി മാറുന്ന കസ്റ്റമർ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജിക് മൂവ് കൂടിയാണ്. എന്നാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം. ഈ അധിക പെർഫോമൻസും അതിനനുസരിച്ചുള്ള ഒരു വിലയും കൊടുത്ത് ഒരു AWD ഇലക്ട്രിക് വാഹനം ടാറ്റ ഇറക്കുന്നത് ഈ സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടാണോ? അതോ ഇന്ത്യൻ ഇലക്ട്രിക് വാഹന മാർക്കറ്റിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനും ഭാവിയെ ഷേപ്പ് ചെയ്യാനുമുള്ള ടാറ്റയുടെ ഒരു വലിയ കളിയുടെ ഭാഗമാണോ ഇത്? ഒന്നാലോചിച്ചു നോക്കൂ.